ശിവാനി. രചന, അവതരണം ഋതു. മുറിയിൽ നിന്നിറങ്ങി ലോബിയിലേക്ക് നടക്കുമ്പോഴൊക്കെ ഉണ്ണിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവളെ തനിച്ചാക്കി പോരേണ്ടിയിരുന്നില്ല എന്ന് പലവട്ടം തോന്നി. അത്ര ദൂരത്തല്ലാത്തതിനാലും മറ്റ് നിവൃത്തിയില്ലാത്തതിനാലുമാണ് അവിടെ ആക്കി പോകുന്നത്. ലോബിയിലേക്ക് ചെന്നപ്പോൾ 40-നോടടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീ കയ്യും കൂട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഏകദേശം 20 വയസ്സ് തോന്നിക്കുന്ന അവരുടെ മകനും ഭർത്താവും സെറ്റിയിലിരിക്കുന്നുണ്ട്. സർ, ആ സ്ത്രീയുടെ മാലയാണ് മിസ്സിംഗ് ആയത്. അവരെ ചൂണ്ടിക്കാണിച്ച് കുമാർ പറഞ്ഞപ്പോൾ ഉണ്ണി അവരുടെ അടുത്തേക്ക് നടന്നു. ശിവാനി ഉണ്ണി പോയതിനു ശേഷം കട്ടിലിൽ തന്നെ ഇരുന്നു. അടിവയർ ഇപ്പോഴും നോവുന്നുണ്ട്. എന്നാൽ അത് അവളിൽ ഒരു കുളിര് പടർത്തി. ചെറുപുഞ്ചിരി വിരിഞ്ഞു. ചുളിവ് വീണ ബെഡ്ഷീറ്റിൽ കണ്ട രക്തക്കറ അവളിലെ പിടപ്പ് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞുപോയ ഓർമ്മകൾ പുതുജീവൻ നൽകിയതുപോലെ. അവൾ ചുണ്ടിലും കഴുത്തിലുമൊക്കെ തടവി. ഇരുന്നു കൊണ്ട് തന്നെ നിലക്കണ്ണാടിയിലേക്ക് നോക്കി. പുറമേ നിന്ന് കാണാൻ പാകത്തിൽ തന്നെ ചുവന്നു വന്നിട്ടുണ്ട്. ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കുമോ എന്തോ. ആ മുഖത്ത് നാണം നിറഞ്ഞു വന്നു. ഒരു തണുത്ത കാറ്റ് അവിടമാകെ നിറഞ്ഞു നിന്നു. ശിവാനി കണ്ണുകൾ അടച്ചു കിടന്നു. പുറത്ത് കരിയിലകൾ അമരുന്നത് പോലെ ഒരു ശബ്ദം. അവൾ ചെവി കൂർപ്പിച്ചു. ഇല്ല, തോന്നിയതാവും. അവൾ ബെഡിലേക്ക് കിടന്നു. പകുതിക്കാൽ നിലത്തേക്ക് താഴ്ത്തി മലർന്നു കിടന്നു. കയ്യിൽ കരുതിയ ഇരുമ്പ് ദണ്ട് നിലാവെളിച്ചത്തിലും തിളങ്ങി. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അയാൾ ഓരോ ചുവടുകളും ശ്രദ്ധയോടെ വെച്ചു. ഇനി പതറരുത്. ഒരു തിരിച്ചുപോക്ക് ഉണ്ടായില്ലെങ്കിലും ലക്ഷ്യം നിറവേറ്റണം. അതയാൾ തീരുമാനിച്ചതാണ്. ഉണ്ണി ആ സ്ത്രീയെ സൂക്ഷിച്ചു നോക്കി. മാഡം, ഞാൻ റിസോർട്ടിൻ്റെ ഓണറാണ്. അവർ നടത്തം നിർത്തി ഉണ്ണിയെ നോക്കി. അവൻ അവരോട് ഇരിക്കാൻ കൈ കാണിച്ചു. അസ്വസ്ഥമായ മുഖത്തോടെ അവർ ഇരുന്നു. എന്താണ് ഉണ്ടായതെന്ന് കൃത്യമായി പറയാമോ? ഇങ്ങനെയൊരു സംഭവം ഇവിടെ ആദ്യമായാണ് നടക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യവും വിടാതെ പറയണം. നമുക്കത് കണ്ടെത്താം. ഇതിനകത്ത് നിന്ന് പുറത്തേക്കത് പോകില്ല. ലുക്ക് മിസ്റ്റർ, അത് അത്രയും വിലപിടിപ്പുള്ളതാണ്. കാശുകൊണ്ട് അളക്കാൻ പറ്റാത്ത അത്രയും. എൻ്റെ വിവാഹത്തിന് അച്ഛൻ തന്നത്. ഏറെ കരുതലോടെയാണ് ഞാനത് കൊണ്ടു നടക്കുന്നത്. അവരുടെ ശബ്ദം ഇടറി. ഞങ്ങൾ 2 ദിവസം മുമ്പ് ഇവിടെ എത്തിയത്. രാവിലെ ഔട്ടിങ്ങിന് ഇറങ്ങിയതാ. തിരിച്ചെത്താൻ കുറേ വൈകി. ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞു. നേരത്തെ ഫുഡ് കഴിച്ചതിനാൽ വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താഴെ റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. അവിടെയും കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ഒരാൾ എതിരെ വന്നു. ഫോണിൽ നോക്കി നടക്കുന്നതിനാൽ ഞാൻ അയാളെ ശ്രദ്ധിച്ചില്ല. എൻ്റെ ഡ്രസ്സിൽ എന്തോ നനവ് പടർന്നപ്പോഴാണ് ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് ജ്യൂസ് മറിഞ്ഞതായി കണ്ടത്. അതെന്നെ കടന്നുപോയ ആളുടെ കയ്യിൽ നിന്നാണെന്ന് ഉറപ്പായിരുന്നു. കാരണം ഡോർ തുറന്നു വരുന്നത് വരെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ നന്നായി ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴൊന്നും അത് കണ്ടിരുന്നില്ല. അത് കഴുകിക്കളയാനാണ് ഞാൻ തിരിച്ച് വാഷ്റൂമിലേക്ക് പോയത്. ജ്യൂസൊക്കെ കഴുകിക്കളഞ്ഞ് വരുന്നതിനിടയിൽ വാതിലിനടുത്ത് വെച്ച് ഒരാൾ എന്നെ ശക്തമായി തട്ടിയിട്ടു. ഞാൻ താഴേക്ക് വീണുപോയി. വാഷ്റൂം കുറച്ച് മാറിയിട്ടായതിനാൽ ഇവരാരും കണ്ടില്ല. അപ്പോൾ തന്നെ അയാൾ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് സമാധാനിപ്പിച്ചു. പിന്നെ ഒരു സോറി പറഞ്ഞു. പെട്ടെന്ന് തന്നെ തിരിച്ചു നടന്നു. എനിക്ക് നല്ല വേദന തോന്നിയതിനാൽ അയാളുടെ മുഖമൊന്നും ആ സമയത്ത് നോക്കാൻ പറ്റിയില്ല. ഞാൻ എങ്ങനെയൊക്കെയോ ഇവരുടെ അടുത്തെത്തി. കഴുത്തിൽ ഷാൾ ഇട്ടതിനാൽ മാല ആരും ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ഫുഡ് കഴിച്ച് റൂമിലേക്ക് പോയപ്പോഴാണ് മാല മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞത്. വാഷ്റൂമിൽ നിന്ന് മുഖം കഴുകുന്ന സമയത്ത് മാല കൃത്യമായി എൻ്റെ കഴുത്തിലുണ്ടായതാ. ഞാൻ കണ്ണാടിയിലൂടെ കണ്ടതാ. അതങ്ങനെയൊന്നും വീഴുന്ന ടൈപ്പല്ല. ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ കഴുത്തിലുണ്ട്. എന്നെ തട്ടിയിട്ടയാൾ എടുത്തതാവും, എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അയാൾ അവിടെ ഒന്നും കണ്ടിട്ടില്ല. എനിക്കത് കിട്ടിയേ പറ്റൂ. അവരുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കൂടെ ഉണ്ടായിരുന്ന ഭർത്താവ് അവരുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു. ഉണ്ണി എഴുന്നേറ്റു. റിലാക്സ് മാഡം. ആ മാല നാളെ രാവിലെ ആകുമ്പോഴേക്കും മാഡത്തിൻ്റെ മുന്നിലെത്തിയിരിക്കും. ഐ പ്രോമിസ്. ഉറപ്പോടെ തന്നെ ഉണ്ണി പറഞ്ഞു. കുമാർ, എന്താ ഇങ്ങനെയൊക്കെ? അതാരാണെന്നറിയോ? നിങ്ങൾ CCTV ചെക്ക് ചെയ്തില്ലേ? ഉണ്ണി കുമാറിനെ മാറ്റി നിർത്തി ചോദിച്ചു. സർ, ചെക്ക് ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ഗാർഡ്സിനെയും ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ആരും പുറത്തേക്ക് പോയിട്ടില്ല.
അതെടുത്തിയാൽ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കേട്ടതും ഉണ്ണി കുമാറിനൊപ്പം സർവൈലൻസ് റൂമിലേക്ക് പോയി. ശിവാനി കാലുകളിട്ട് ഇളക്കി ഏതോ പാട്ടിൻ്റെ വരികൾ മൂളിക്കൊണ്ടിരിക്കുകയാണ്. വാതിലിൽ തട്ട് കേട്ടതുപോലെ ഒരു തോന്നലിൽ അവൾ തല ചെരിച്ചു. തോന്നലാണെന്ന് വിചാരിച്ച് പാട്ടിലേക്ക് ശ്രദ്ധ തിരിച്ചു. വീണ്ടും വാതിലിന് മുട്ട് കേട്ടു. അവളുടെ ചുണ്ടിൽ ചിരി വിടർന്നു. ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയോ? ശ്രദ്ധയോടെ കട്ടിലിൽ നിന്നിറങ്ങി സാവധാനം വാതിലിനടുത്തേക്ക് നടന്നപ്പോൾ നീറ്റൽ കൊണ്ട് മുഖം ചുളിച്ചു. ഒന്ന് കുളിച്ചിരുന്നേൽ അല്പം ആശ്വാസമായേനെ അവൾ ഓർത്തു. വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയ ശിവാനി ആരെയും കണ്ടില്ല. പറ്റിക്കുവാണോ? അവൾ ഇടുപ്പിൽ കൈ ചേർത്ത് അങ്ങനെ തന്നെ നിന്നു. ഉണ്ണിയേട്ടാ, വേണ്ട കേട്ടോ, ഇച്ചിരി കൂടുന്നുണ്ട്, അവൾ അല്പം കുറുമ്പോടെ പറഞ്ഞപ്പോൾ തറയിൽ എന്തോ ഇട്ടുരയുന്ന ശബ്ദം കാതിനകത്തേക്ക് അരിച്ചെത്തി. അകാരണമായ ഒരു ഭയം അവളെ മൂടി. ഉണ്ണിയേട്ടാ. കണ്ണ് ചിമ്മി തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾക്ക് ശ്വാസം നിലച്ചു. നിലവിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരൽപ്പം പോലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. ചോരക്കണ്ണിലേക്ക് നോക്കിയപ്പോൾ ശരീരമാകെ തളരുന്ന പോലെ വിയർപ്പുചാലുകൾ മത്സരിച്ചൊഴുകി. കിതച്ചുകൊണ്ട് അവൾ പുറകിലോട്ട് നീങ്ങി. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുന്നോട്ട് കയറി. തിരിഞ്ഞു നോക്കാതെ വാതിൽ ചേർത്തടച്ചു. വലത് കൈയിൽ തിളങ്ങുന്ന ഇരുമ്പ് ദണ്ഡ് നിലത്തൂടെ ഇഴച്ചു നീക്കി. കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റുമാണ് വേഷം. ആ മുഖം വന്യതയിൽ ചുവന്നിരുന്നു. എന്താണ് ശിവാനി, എന്നെ കണ്ടിട്ട് അങ്ങനെ നിൽക്കുവാണോ? അവളെ ആകെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അയാൾ മുരണ്ടു. സാരിയൊക്കെ ഉടുക്കാറായല്ലേ? ആകെ ഒരു മാറ്റം. അവൻ്റെ കൂടെ കിടന്നിട്ടാണോടി? അയാൾ മുന്നോട്ട് നടക്കുന്നതിനനുസരിച്ച് അവൾ പുറകിലോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നിലത്തെഴുതുന്ന ലോഹത്തിൻ്റെ ശബ്ദം അവളുടെ തലച്ചോറിനെ പിളർത്തുന്നത് പോലെ തോന്നി. രണ്ട് കൈകൊണ്ടും ചെവി പൊത്തിപ്പിടിച്ച് ചുമരോട് ചേർന്ന് നിന്നവൾ കിതച്ചു. കണ്ണീര് പോലും വറ്റിപ്പോയിരുന്നു. അവനെ ഇവിടുന്ന് മാറ്റാൻ കുറച്ചൊന്നുമല്ല ഞാൻ കഷ്ടപ്പെട്ടത്. അത് കേട്ടതും ശിവാനിയുടെ നെഞ്ചിടിപ്പേറി. ശരീരം മുഴുവൻ വിറഞ്ഞു വന്നു. അയാൾ ആ മുറി ചുറ്റും നോക്കി. ഉലഞ്ഞു കിടക്കുന്ന ബെഡും ചിതറിക്കിടക്കുന്ന റോസാദളങ്ങളും കണ്ട് കണ്ണൊന്നു ചുരുങ്ങി. ശ്വാസം ആഞ്ഞു വലിച്ച് അയാൾ ബെഡിലേക്ക് അമർന്നു. കൈകൾ വിരിച്ച് റോസ് പെറ്റലുകൾ ഞെരിച്ചു. ശിവാനി ഒരു നിമിഷം സ്റ്റക്കായി നിന്നുപോയി. ഏറെ പ്രണയത്തോടെ പ്രിയപ്പെട്ടവനോടൊപ്പം ചേർന്ന് കിടന്നിടത്താണ് അയാൾ. അവൾ അറപ്പോടെ കണ്ണുകൾ അടച്ചു. നിന്റെ അമ്മ ഇതുപോലെയായിരുന്നു, സാരിയൊക്കെ ഉടുത്തു വന്ന ഒരു അപ്സരസിനെ പോലെ. ഉഫ്. അയാൾ നെഞ്ചമർത്തി തടവി. കട്ടിലേക്ക് മുഖമമർത്തി ആ സുഗന്ധം വലിച്ചെടുത്തു. ഇറുക്കി അടച്ച കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോൾ ശിവാനിയുടെ ഉടലൊന്നാകെ തരിപ്പ് പടർന്നു. കേൾക്കാൻ പാടില്ലാത്തത് എന്തോ കേട്ട പോലെ. നിന്റെ അമ്മയെ പറിച്ചു വെച്ചതുപോലുണ്ട്. അയാൾ ഉയർന്നെഴുന്നേറ്റതും അവൾ ചുമരിലൂടെ നിരങ്ങി മറുഭാഗത്തെത്തി. എത്ര തവണ എൻ്റെ കൈ കിടന്ന് പെടഞ്ഞിട്ടുണ്ടെന്നറിയോ അവൾ? ഭ്രാന്തമായ വികാരത്തോടെ തൻ്റെ കൈയിലേക്ക് നോക്കിക്കൊണ്ടയാൾ കണ്ണുകൾ അടച്ചു. ശിവാനിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. വയ്യ, കേൾക്കാനുള്ള ശക്തിയില്ല. അവൾ ചുമരിൽ തല വെച്ചടിച്ചു. അമ്മയെ ഇയാൾ ഓർക്കാൻ കൂടി വയ്യ. ഒറ്റ കുതിപ്പിന് ശിവാനിയുടെ മുന്നിൽ നിന്ന് വിയർപ്പ് നിറഞ്ഞ അവളുടെ മുഖത്ത് നോക്കി അയാൾ ചുണ്ട് നനച്ചു. ഇതുപോലെ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവളിങ്ങനെ വിയർത്ത് വിറച്ച് ഭയന്ന്, ഓഹ്, അത് കാണുമ്പോഴാണ് എൻ്റെ കൺട്രോൾ അങ്ങ് പോകുന്നേ. ശിവാനി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇറങ്ങിയിരുന്നു. അയാളും അവൾക്ക് മുന്നിൽ മുട്ടിലിരുന്നു. ഒരു കൈ അവളുടെ മുഖത്തോട് ചേർത്ത് ചുമരിൽ വെച്ചു. ഒരിക്കൽ എന്നെ ഒന്ന് തല്ലി, ദേ ഇവിടെ. അയാൾ കവിളിൽ വിരൽ ചേർത്ത് തടവി. കുറേ എതിർത്തു അവൾ. ദേഹം നൊന്താ ഭ്രാന്ത് വരും എനിക്ക്. കൊല്ലണമെന്ന് വിചാരിച്ചതല്ല, എനിക്കവളെ മതിയായിരുന്നില്ല. പക്ഷേ എന്തോ ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. നിരാശയോടെ അയാൾ അത് പറഞ്ഞപ്പോൾ ശിവാനിയുടെ ചെവിയിലൂടെ എന്തോ ഒന്ന് മൂളുന്നത് പോലെ തോന്നി. അവൾ ശക്തിയിൽ തലകുടഞ്ഞു. എന്തൊക്കെയോ കേട്ടു. അതൊക്കെ സ്വപ്നമാണ്. അതെ, ഒന്നും സത്യമല്ല, സ്വപ്നം കാണുവാണ്. അമ്മയുണ്ട് എവിടെയോ, ഉറപ്പാണ്. ശിവാനി നെറുകയിൽ കൈ ചേർത്തടിച്ചു. ഇല്ല, എൻ്റെ അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല, നിങ്ങൾ നുണ പറയാണ്. അവൾ അയാളുടെ കോളറിന് പിടിച്ചു വലിച്ചു. അയാൾ അമർത്തി ചിരിച്ചു.
പിന്നീട് അതൊരു പൊട്ടിച്ചിരിയായി മാറി. നീ കുറേ കാലം അച്ഛാന്ന് വിളിച്ച ഒരാളില്ലേ, അയാളും ഞാനും ചേർന്നാ അവളുടെ ശവം കത്തിച്ചത്. എന്നിട്ട് അതൊക്കെ കടലിൽ കൊണ്ടുപോയി തള്ളി. ശിവാനിയുടെ കണ്ണെരിഞ്ഞു, മുഖം ചുവന്നു. ഉപ്പൂറ്റിയിൽ നിന്ന് വെറുപ്പും ദേഷ്യവും പകയും നിറഞ്ഞു കവിഞ്ഞുയർന്നു. ദുഷ്ട, നീ എൻ്റെ അമ്മയെ! അത്രയും പറഞ്ഞ് അവൾ അയാളുടെ മുഖമാകെ മാന്തി പറിക്കാൻ തുടങ്ങി. അയാൾ ഒരു ചിരിയോടെ അത് ആസ്വദിച്ചു നിന്നു. ക്രമേണ ആ ചിരി മാഞ്ഞു. പിശാചിനെ പോലെ അതിരുണ്ടു വന്നു. കണ്ണു മുന്നോട്ട് തുറിച്ച് നാവ് മടക്കി പല്ലുകൊണ്ട് കടിച്ചു. ശരീരം ഒന്നാകെ കുടഞ്ഞുകൊണ്ട് അവളുടെ മുടിയിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു. ഉടലിൽ നിന്ന് തല ഒന്നാകെ പറഞ്ഞു പോകുന്നതായി അവൾക്ക് തോന്നി. കൈകൊണ്ട് അയാളെ തടയാൻ ശ്രമിച്ചെങ്കിലും ഒരൊറ്റ കൊമ്പനെ പോലെ അവളെ തൂക്കിയെടുത്ത് ബെഡിലേക്ക് എറിഞ്ഞു. ശിവാനി പിടഞ്ഞുപോയി. ഉണ്ണിയുടെ വിയർപ്പിൻ്റെ ഗന്ധം അവളുടെ നാസികത്തുമ്പിലൂടെ അരിച്ചു കയറി.